ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോട്ടോലൂപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒരു ന്യൂസാണ്, അല്ലാതെ നമ്മൾ ഇന്നൊരു റിവ്യൂ വീഡിയോയിലേക്ക് പോകുന്നില്ല. ഒരു ന്യൂസാണ്. ആ ന്യൂസ് എന്ന് പറയുന്നത് കുറച്ചു കാലം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്പൾസ് 300 എന്ന് പറയുന്ന വാഹനം വരുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് സമ്മിശ്ര പ്രതികരണമാണ്. മിക്ക ആൾക്കാരും അങ്ങനെ ഒരു സംഗതി നടക്കാനേ പോകുന്നില്ല എന്ന രീതിയിലാണ് കമന്റ് ചെയ്തുകൊണ്ടിരുന്നത്. കുറെ പേര് അങ്ങനെ വേണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. കാരണം എക്സ്പൾസ് 200 എന്ന് പറയുന്ന വാഹനത്തിന് മെയിനായിട്ട് പറയുന്ന ഒരു പ്രോബ്ലം അതിൻ്റെ പവർ കമ്മിയാണെന്നുള്ളതാണ്. പവർ കുറച്ച് കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ പവർ ഫിഗർ കൂട്ടിയിട്ട് ഒരു അഡ്വഞ്ചർ ബൈക്ക് ഇറക്കാൻ പോവാണ് ഹീറോ എന്ന് പറയുന്ന നിർമ്മാതാക്കൾ. അതിനുവേണ്ടി അവർ ഒരു പുതിയ ചേസിസ് നിർമ്മാണം, അല്ലെങ്കിൽ ചേസിസിൽ അവർ പുതിയൊരു പ്രോട്ടോടൈപ്പ് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹീറോയുടെ BS6 വാഹനങ്ങൾ ഒരുമിച്ചായിരുന്നു ലോഞ്ച് ചെയ്തത്. എന്ന് വെച്ചാൽ നമ്മുടെ പാഷൻ പ്രോ, അതുപോലെ തന്നെ സ്പ്ലെൻഡർ പ്രോ, അതുപോലെ അതേപോലെ തന്നെ സ്പ്ലെൻഡർ പ്ലസ്, അതുപോലെ തന്നെ എക്സ്ട്രീം 160R എന്ന് പറയുന്ന ഒരു മോഡല്, അങ്ങനെ കുറച്ച് വാഹനങ്ങൾ, ഗ്ലാമർ, ഇതൊക്കെ വാഹനങ്ങളൊക്കെ നമ്മളെ ഹീറോ ഒരുമിച്ചാണ് പുറത്തിറക്കിയത്. ആ സമയത്ത് അവരുടെ സെന്ററിൽ ഒരു പ്രോട്ടോടൈപ്പ് അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രോട്ടോടൈപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ക്യാരി ചെയ്തിരിക്കുന്നത് ഒരു 350+ എഞ്ചിനാണ്. എന്ന് വെച്ചാൽ 350cc അല്ലെങ്കിൽ 500cc ആയിട്ടുള്ള ഒരു ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് അവർ ആ ചേസസിൽ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ ചേസസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു അഡ്വഞ്ചർ ബൈക്കിന്റെ ചേസാണ്. അപ്പം മേ ബി നമുക്കൊരു എക്സ്പൾസ് 300 അല്ലെങ്കിൽ 500 നമുക്ക് പ്രതീക്ഷിക്കാം. എക്സ്പൾസിനെക്കാളും കുറച്ചും കൂടി കേപ്പബിൾ ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ ബൈക്കിന്റെ അണിയറ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക എന്ന് പറയാം. എക്സ്പൾസ് 200 എന്ന് പറയുന്ന വാഹനം BS6 വരുമ്പോൾ ഓയിൽ കൂൾഡ് എഞ്ചിനോട് കൂടിയിട്ടാണ് വരുന്നത്. നിലവിലുള്ള വാഹനം എയർ കൂൾഡ് എഞ്ചിനാണ്. അപ്പോൾ അതുകൊണ്ട് ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഇനി BS6 പ്രതീക്ഷിക്കാവുന്നത്. അതുപോലെ തന്നെ അതിന്റെ പവർ ഫിഗറിലും കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. നേരത്തെ ഉണ്ടായ പവർ തന്നെയാണ്, പക്ഷെ കൂളിംഗ് എഫക്റ്റ് ഒന്നും കൂടി കൂടുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വാഹനങ്ങൾ മുമ്പ് ഹീറോ കൊണ്ടുവരുമെന്ന് പറഞ്ഞ കുറച്ച് വാഹനങ്ങൾ ഇനി നമുക്ക് പ്രതീക്ഷിക്കാനുള്ള ഒരു കാരണം കൂടിയായി എന്ന് പറയാം. ഹീറോയുടെ ലൈനപ്പിലേക്ക് ഒരു 250cc സെഗ്മെന്റ് അല്ലെങ്കിൽ 300+ സെഗ്മെന്റിലേക്ക് ഹീറോ കടക്കുകയാണെങ്കിൽ ഹീറോയുടെ ലൈനപ്പിലേക്ക് വരാൻ ചാൻസ് ഉള്ള കുറച്ച് വാഹനങ്ങൾ ഉണ്ടായിരുന്നു. XF3R എന്ന് പറഞ്ഞിട്ടൊരു നേക്കഡ് സ്ട്രീറ്റ് ഫൈറ്റർ വാഹനത്തിനെ ഹീറോ കുറച്ചു കാലം മുന്നേ, ഒരു 2017-18 കാലഘട്ടങ്ങളിലാണെന്ന് തോന്നുന്നു, കറക്റ്റ് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, ആ കാലഘട്ടങ്ങളിൽ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വാഹനത്തിന് ശേഷം അവർ അതേപോലെ തന്നെ ഒരു ഹസ്റ്റർ എന്ന് പറയുന്ന 750 ഡബിൾ ട്വിൻ സിലിണ്ടർ എഞ്ചിനോട് കൂടിയിട്ടുള്ള ഒരു നെയ്ക്കഡ് സ്പോർട്സ് ബൈക്കിനെ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും കംപ്ലീറ്റ് ആയി പിന്നീടുള്ള അല്ലെങ്കിൽ അതിൻ്റെ വരും വാർത്തകളൊന്നും ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. ഇനി നമുക്കത് പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ള 2-3 വാഹനങ്ങൾ, HF250R എന്ന് പറയുന്ന വാഹനമുണ്ട്, ഒരു ഫുള്ളി ഫെയർഡ് ആയിട്ടുള്ള സ്പോർട്സ് ബൈക്ക്. ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ ഇനി ഹീറോയുടെ ലൈനപ്പിൽ പ്രതീക്ഷിക്കാം. കാരണം ഹീറോ എന്ന വാഹന നിർമ്മാതാക്കൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന നിർമ്മാതാക്കളാണ് ഹീറോ മോട്ടോകോപ്പ് എന്ന് പറയുന്നത്. പക്ഷേ അവര് എപ്പോഴും മുൻഗണന കൊടുത്തുകൊണ്ടിരിക്കുന്നത് 100cc അല്ലെങ്കിൽ 125cc സെഗ്മെന്റിലുള്ള സാധാരണക്കാർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്കായിരുന്നു. ഇതുവരെ അവർക്കൊരു നല്ല രീതിയിലുള്ള ഒരു സ്പോർട്സ് ബൈക്ക് എന്ന് പറയാവുന്നത് കരീസ്മ R ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എനിക്ക് ZMR ഒക്കെ അവർ വളരെ ഡിസൈൻ ചെയ്ത് കുളമാക്കിയ വാഹനങ്ങളിൽ പെടുത്താവുന്ന സംഗതിയാണ് ഈ ZMR എന്ന് പറയുന്നത്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പഴയ വീഡിയോയിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ ഏതൊക്കെ വാഹനങ്ങൾ ഇറക്കി എന്നുള്ള കാര്യം. പിന്നെ 150cc കുറച്ചു കാലം മുന്നേ അവർ നിലവിലുണ്ടായിരുന്ന എക്സ്ട്രീം സ്പോർട്സ് എന്ന് പറയുന്ന വാഹനത്തിനെ അവർ പിൻവലിച്ചു. ഇപ്പോൾ അവർ BS6 വരുമ്പോൾ 160cc സെഗ്മെന്റിലേക്ക് അവർ കടക്കുകയാണ്. അത് എക്സ്ട്രീമിന്റെ തന്നെ 160R എന്ന് പറയുന്ന ഒരു മോഡലുമായിട്ടാണ് വരുന്നത്. നേരത്തെ എനിഗ്മ മോട്ടോർ ഷോയിൽ അവരൊരു കോൺസെപ്റ്റ് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എക്സ്ട്രീം 1R എന്ന് പറഞ്ഞിട്ട്. ആ കോൺസെപ്റ്റിനോട് എന്തുകൊണ്ടും നീതി പുലർത്തുന്ന അതേ ഡിസൈൻ തന്നെയാണ് നമ്മുടെ എക്സ്ട്രീം 160R എന്ന് പറയുന്ന വാഹനം തരുന്നത്. നമുക്ക് വാഹനം റിവ്യൂ ചെയ്യാൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ റിവ്യൂവിൽ പറയാം. ഹീറോയുടെ ലൈനപ്പിൽ നമുക്കൊരു 350 അല്ലെങ്കിൽ 400, അതും അല്ലെങ്കിൽ ഒരു 500cc എഞ്ചിനോട് കൂടിയിട്ടുള്ള ഒരു അഡ്വഞ്ചർ ബൈക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. മേ ബി എക്സ്പൾസിന്റെ റേഞ്ചിൽ തന്നെ ആവാം. എക്സ്പൾസ് 300 എന്നോ അല്ലെങ്കിൽ 350 എന്നോ പേരിലായിരിക്കാം വരാം, അതല്ലെങ്കിൽ പുതിയ പേരിലാവാം. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇഷ്ടമായിട്ടുള്ളവർ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യാം. കാരണം കുറേ പേര് എനിക്ക് നമ്മുടെ കമന്റിൽ മെസ്സേജ് അയക്കുന്നുണ്ട് കോൺടാക്ട് നമ്പർ ചോദിച്ചിട്ട്. അപ്പം നമുക്ക് അങ്ങനെ കോൺടാക്ട് നമ്പർ അതിലിട്ട് തരാൻ പറ്റില്ല. നിങ്ങൾ
പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചോളാം. മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് റിപ്ലൈ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ കുറേ പേര് നമ്മുടെ ഓൾട്രോസിൻ്റെ കാര്യങ്ങളും ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് സന്തോഷം. നമ്മൾ ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ കോൾ വരുന്നത്. ഓൾട്രോസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് വാഹനങ്ങളൊക്കെ ചോദിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നല്ല രീതിയിൽ തന്നെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ കോൺടാക്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് സംശയങ്ങളുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മൾ തീർത്തു തരും. അതല്ലെങ്കിൽ നമ്മൾ അറിയാവുന്ന ആൾക്കാരെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും